എറണാകുളം നേര്യമംഗലത്ത് KSRTC ബസ് മറിഞ്ഞ ഒരു കുട്ടി മരിച്ചു. നിരവധി പേർ ബസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എവിടെ വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത്? ഒരു കുട്ടി മരിച്ചു എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? നിയന്ത്രണം വിട്ട ബസ് 20 അടി താഴ്ചയിലേക്ക് വീണാണ് ഈ ഒരു ദാരുണമായ അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു കുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേര്യമംഗലത്താണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട് ബസ് താഴ്ചയിലേക്ക് ഓടി ഇറങ്ങുകയായിരുന്നു എന്നൊരു വിവരമാണ് കിടക്കുന്നത്. ബസ്സിനടിയിൽ കുടുങ്ങിയ 15-കാരനാണ് മരിച്ചത് എന്ന വിവരം കൂടി ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. മണിയമ്പാറ ഭാഗത്താണ് ഈ അപകടം ഉണ്ടായിരുന്നത്. അപകടമുണ്ടായ ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി രക്ഷാപ്രവർത്തനം നടത്തി തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് കോതമംഗലത്ത് 20 കിലോമീറ്റർ അകലെയുള്ള കോതമംഗലം ആശുപത്രിയാണ് പ്രധാനമായും മറ്റ് ചികിത്സകൾ, അടിയന്തരമായ ചികിത്സകൾ നൽകാൻ കഴിയുന്നത്. കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് അടക്കം ഈ പരിക്കേറ്റവരെ എത്തിക്കുകയായിരുന്നു. ബസ്സിലും മറ്റു വാഹനങ്ങളിലുമായി തന്നെയാണ് ഇവരെ ഇവിടത്തേക്ക് എത്തിച്ചത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തെ തുടർന്ന് മറ്റുള്ള ആളുകൾ ചികിത്സയിലാണ്. 25 പേർക്കോളം പരിക്കേറ്റു എന്നൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. ബസ്സിലെ ജീവനക്കാരടക്കം രക്ഷാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണ് നിയന്ത്രണം വിട്ടത്. എന്താണ് മറ്റ് കാരണങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നതും ബസ് താഴ്ചയിലേക്ക് ഓടി ഇറങ്ങുകയാണ്. നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് ഓടിച്ച് ഇറങ്ങിയ രീതിയിൽ തന്നെയാണ് പോയിരുന്നത് എന്നാണ്. ഇതിനിടയിലാണ് ഈ അപകടമുണ്ടായതും ഒരു കുട്ടി മരിക്കുകയും ചെയ്യുന്നത്. ജിജീഷ്, ഈ പരിക്കേറ്റവരുടെ ആരുടെയെങ്കിലും നില ഗുരുതരമായിട്ടുണ്ടോ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ടോ? പരിക്കേറ്റവരുടെ സ്ഥിതി അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലുള്ള മറ്റ് ആളുകളുണ്ട് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. എല്ലാവരുടെയും പ്രാഥമികമായ പരിശോധനകൾ തന്നെയാണ്, ചികിത്സ തന്നെയാണ് നൽകിയിരിക്കുന്നത് ബസ്സിലുണ്ടായിരുന്ന മറ്റ് ആളുകൾക്ക് എന്ന ഒരു വിവരം തന്നെയാണ് ആശുപത്രികളിൽ നിന്ന് ലഭിക്കുന്നത്. കോതമംഗലത്തെ ആശുപത്രികളിൽ ഉൾപ്പെടെയാണ് ഈ ആളുകളെ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് ഗുരുതരമായ പരിക്ക് ആർക്കും തന്നെ ഇല്ല. എന്നാൽ ഈ കുട്ടി ബസ്സിനടിയിലേക്ക് പെട്ടുപോവുകയായിരുന്നു എന്നതാണ്. ചുരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു എന്നൊരു വിവരം കൂടിയാണ് ലഭിക്കുന്നത്. ശരി, എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ എറണാകുളത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം നേര്യമംഗലത്തെ KSRTC ബസ് മറിഞ്ഞൊരു കുട്ടി മരിച്ചു. നിരവധി പേർ ബസ്സിൽ കുടുങ്ങി കിടക്കുകയാണെന്നുള്ള വിവരമാണ് അറിയാൻ സാധിക്കുന്നത്. ജിജീഷ്, ഇപ്പോഴും ആളുകൾ അല്ലെങ്കിൽ യാത്രക്കാർ ബസ്സിൽ കുടുങ്ങി കിടക്കുകയാണോ? എല്ലാവരെയും കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ എല്ലാവരെയും പൂർണ്ണമായും തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൽ കുടുങ്ങിയ ആളുകളെ എല്ലാവരെയും തന്നെ പുറത്തേക്ക് എത്തിക്കാനും അതിൽ ചികിത്സ ആവശ്യമായവരെ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെയുള്ള പരിസരവാസികളടക്കം ഇപ്പോൾ ദൃക്സാക്ഷികളായ ആളുകളടക്കം വ്യക്തമാക്കുന്നത്. ആ സമയത്ത് തന്നെ ചുറ്റുവട്ടത്ത് ഒരു പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ വലിയ ശബ്ദം കേട്ട് ഓടി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഒപ്പം തന്നെയാണ് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള യൂണിറ്റുകളും രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. ഈ ബസ്സിലടക്കം ആളുകളെ ആശുപത്രിയിലേക്ക് വേഗത്തിൽ എത്തിക്കുകയായിരുന്നു ചെയ്തത്. ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റ ആളുകളെയും മറ്റ് അടിയന്തര ചികിത്സ ആവശ്യമുള്ള ആളുകളെയും എല്ലാം തന്നെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എറണാകുളം നേര്യമംഗലത്താണ് KSRTC ബസ് മറിഞ്ഞ ഒരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർ ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും ഏതാണ്ട് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജിജീഷ്, 25ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദമായി ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ? ഈ ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കേറ്റിട്ടുണ്ടോ? അവരുടെ നില എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? നിലവിൽ ലഭ്യമായ വിവരമനുസരിച്ച് മറ്റ് ഗുരുതരമായ പരിക്കേറ്റവർ ഇല്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാവുന്നത്. ഈ കുട്ടിക്ക് കാര്യമായ പരിക്കും ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ മരണം സംഭവിക്കുകയും ചെയ്തു.
ബ്രേക്ക് വാഹനം നിയന്ത്രണം വിട്ടതാണ് ഈ ഒരു അപകടത്തിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത്. KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ടെക്നിക്കൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെയും പരിശോധനകൾ നടക്കുന്നുണ്ട്. പ്രാഥമികമായ ഒരു പരിശോധനയ്ക്ക് ശേഷം ഇവരെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് വാഹനം നിയന്ത്രണം തെറ്റി പോവുകയായിരുന്നു. ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ താഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഈ 20 അടിയോളം താഴ്ചയുള്ള ഭാഗത്തേക്ക് വാഹനം ഓടിച്ച് ഇറങ്ങുകയായിരുന്നു എന്നൊരു വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നത്. നിരവധി ആളുകൾ ബസ്സിലുണ്ടായിരുന്നു. ഏതാണ്ട് 30-ലധികം പേരുണ്ടായിരുന്ന ഒരു വിവരം ലഭിക്കുന്നു. അതിൽ 20ഓളം പേർക്കാണ് ഏതെങ്കിലും തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത് എന്നൊരു വിവരം കൂടി ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ജിജീഷ്, ഈ പ്രദേശവാസികൾ ഈ അപകടം കണ്ടു നിന്ന ജനങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? അതും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം ഈ അപകടം നടന്നത് നേരിട്ട് കണ്ട സാക്ഷികൾ അവിടെ ഉണ്ടായിരുന്നോ? നിരവധി ആളുകൾ ഈ ഒരു സംഭവത്തിന് സാക്ഷികളായിരുന്നു. അവർ വ്യക്തമാക്കുന്നത് വാഹനം ഇത്തരത്തിൽ നിയന്ത്രണം തെറ്റി താഴത്തേക്ക് പതിക്കുന്നു എന്നത് ഇത് കണ്ടപ്പോൾ തന്നെ ആളുകൾ അപകടം മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് ഇങ്ങനെയൊരു അപകടം നടന്ന ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്ന തങ്ങളെല്ലാവരും തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറിയിരുന്നു എന്ന കാര്യം തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ദൃക്സാക്ഷികളടക്കം പറയുന്നത് ഈ അപകടം നടന്നപ്പോൾ തന്നെ ഈ കുട്ടിയുടെ നില അല്ലെങ്കിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു 15 വയസ്സുള്ള കുട്ടിയുടെ സ്ഥിതി എന്ന കാര്യം കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിൽ പരിസരവാസികൾ പൂർണ്ണമായും തന്നെ ആദ്യാവസാനം ഉണ്ടായിരുന്നു. കോതമംഗലത്തെ ആശുപത്രികളിലേക്ക് അടക്കമായിരുന്നു ഈ പരിക്കേറ്റ എല്ലാവരെയും എത്തിക്കുകയും ചെയ്തത്. മതിയായ ചികിത്സകൾ ലഭ്യമാക്കാൻ അല്ലെങ്കിൽ അതിവേഗത്തിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. വാഹനം നിയന്ത്രണം തെറ്റി താഴത്തേക്ക് പതുക്കിയായിരുന്നു എന്ന കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർക്കടക്കം പരിക്കേറ്റ് സമീപത്ത് മറ്റ് ബസ്സുകളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ബസ്സിന് പിന്നിലും മുന്നിലും എല്ലാം ഉണ്ടായിരുന്ന മറ്റ് വാഹനങ്ങളിലെ യാത്രക്കാരും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നിട്ടിറങ്ങി എന്നൊരു കാര്യം കൂടി പരിസരവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ വേഗത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എറണാകുളം നേര്യമംഗലത്ത് KSRTC ബസ് മറിഞ്ഞൊരു കുട്ടി മരണപ്പെട്ടിരിക്കുന്നു. നിരവധി പേർ ബസ്സിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഇവരെ എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പുതിയ വിവരം അറിയാൻ സാധിക്കുന്നത്. 25 പേരോളം ബസ്സിലുണ്ടായിരുന്നു. ഇവർക്കെല്ലാവർക്കും പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇവരുടെയൊന്നും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ജിജീഷ് കരുണാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്.